ശ്രീ ജെയിംസ് കുട്ടി തോമസ്, സൗരോർജ ഉപഭോക്താക്കളുടെ അല്ലെങ്കിൽ അത് നിർമ്മിക്കുന്ന ആളുകളുടെ ഒരു കമ്മ്യൂണിറ്റിയാണ് അങ്ങ് പ്രതിനിധാനം ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതിനിടയ്ക്ക് പലപ്പോഴും പറയുന്നുണ്ട് സോളാർ എനർജിയാണ് ഇതിനൊരു പ്രതിവിധി, അല്ലെങ്കിൽ ഇപ്പോൾ നേരിടുന്ന പ്രതിസന്ധികൾക്ക് നമ്മളെ കൊണ്ട് എടുക്കാൻ കഴിയുന്ന ഒരു പ്രതിവിധി അത് മാത്രമാണ്. നമുക്ക് തെർമൽ എനർജിയിലേക്ക് പോകാൻ വയ്യ, വിൻഡ് എനർജിയിലേക്ക് പോകാൻ വയ്യ. പക്ഷേ അവിടെ നിങ്ങൾ ഉപഭോക്താക്കൾ 3.5 ലക്ഷത്തോളം ആളുകൾ ഇത് നിർമ്മിക്കുകയും അത് ഉപയോഗിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഒരു യഥാർത്ഥത്തിലുള്ള സർക്കാർ സംവിധാനങ്ങൾക്ക് അതിൻ്റെ ഒരു ഗുണം കിട്ടുന്നില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എവിടെയാണ്? നിങ്ങൾ ഒരു പുതിയ സോളാർ പാനൽ വെക്കുന്ന ഒരാൾ ഈ എനർജി ഞാൻ ഇതാ സർക്കാരിലേക്ക് കൊടുക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു പോകുമ്പോൾ നിങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ എന്താണ്? തീർച്ചയായിട്ടും ഇന്നത്തെ ഈ പവർ ക്രൈസിസിൽ സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെയധികമാണ്. ഒരു ഉദാഹരണം, പകൽ സമയത്ത് അവർ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അപ്പോൾ തന്നെ ഇപ്പോൾ ഈ ചൂട് കാലത്ത് മിക്കവാറും എല്ലാ പേരും എ സിയൊക്കെ ഓണാക്കിയിരിക്കുക. അവർക്ക് കൊടുക്കുന്ന സപ്ലൈ എല്ലാം ഈ സോളാർ ജനറേഷൻ്റെ പാർട്ടാണത്. അപ്പോൾ അവിടെ അധികമായിട്ട് സോളാർ വൈദ്യുതി ഉണ്ടാവുകയും ആ വൈദ്യുതി വെച്ച് പകൽ സമയത്തെ ആ ഡിമാൻഡ് കോമ്പൻസേറ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഇടുക്കിയിലെ വെള്ളം ബാക്കി അവിടെ സ്റ്റോർ ചെയ്യും. നമുക്കറിയാം നമ്മുടെ ജനറേഷൻ ഹൈഡ്രോ ആണ്. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിക്ക് ഒരു പ്രത്യേകതയുണ്ട്, തെർമൽ പ്ലാന്റ് പോലല്ല. ഹൈഡ്രോ ഇലക്ട്രിസിറ്റിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഫ്ലെക്സിബിൾ ആകുന്ന, അതായത് ഇൻഫേമായ അല്ലെങ്കിൽ ഒരു കൃത്യതയില്ലാത്ത ഈ സോളാർ വൈദ്യുതിക്കനുസരിച്ച് ഈ വാട്ടർ മാനേജ്മെൻറ്റ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. വളരെ ഫ്ലെക്സിബിളാണ് ഈ ഹൈഡ്രോ ജനറേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റ് സംസ്ഥാനങ്ങളിൽ തെർമൽ പ്ലാന്റ് ഉള്ള സ്ഥലങ്ങളിലൊന്നും അത് പോസിബിൾ അല്ല. അപ്പോൾ നമ്മുടെ കേരളത്തിൽ പ്രത്യേകിച്ച് ഇതിൻ്റെ വളരെ വയബിളായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് ഉള്ളത്. ഈ കേരളത്തിലെ ജനങ്ങൾ, ഇപ്പോൾ ഈ 3 പേരും സംസാരിച്ചതനുസരിച്ച് കേരളത്തിലെ ജനങ്ങൾ ഈ കാര്യങ്ങളിൽ നമ്മൾ ക്രിട്ടിക്കലായിട്ടുള്ള പവർ കാര്യങ്ങളെ പറ്റിയൊക്കെ വളരെ ബോധവാന്മാരാണ്. പക്ഷേ ബോധമില്ലാതെ, പ്രോപ്പർ മാനേജ്മെൻ്റ് ഇല്ലാതെ ഈ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകുന്നത് സർക്കാരും റെഗുലേറ്ററി കമ്മീഷനും KSBയുമാണെന്ന് എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ തെളിയിക്കാൻ തയ്യാറാണ്. കാരണം ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഈ 2018 ഈ KSB തന്നെയാണ് സോളാർ റോഡ് മാപ്പ് കൊണ്ടുവന്നത്. അന്ന് അവർ പറഞ്ഞ കണക്ക് 1870 മെഗാവാട്ട് 2022 ആകുമ്പോൾ അച്ചീവ് ചെയ്യണമെന്നാണ്. ഇത് 2026 ഇന്ന് നമ്മൾ അച്ചീവ് ചെയ്തിരിക്കുന്നത് വെറും 1840 മെഗാവാട്ട് മാത്രമാണ്. അവർ 2022 എത്തുമെന്ന് പറഞ്ഞത് 1870 മെഗാവാട്ടാണ്. എന്ന് പറഞ്ഞാൽ അവർ പറഞ്ഞ ടാർഗറ്റ് പോലും എത്തിയിട്ടില്ല. പിന്നെ എന്താണ് ഇവിടുത്തെ പ്രശ്നം? ഈ സോളാറുകാരെ നിരുത്സാഹപ്പെടുത്തുന്ന ധാരാളം ഉദാഹരണങ്ങളുണ്ട്. ഇന്നൊരു അപേക്ഷ കൊടുത്തു കഴിഞ്ഞാൽ KSBയിലിട്ട് വലിച്ചിടുകയാണ്. അവരെ എങ്ങനെയൊക്കെ ബുദ്ധിമുട്ടിക്കാമോ അതെല്ലാം ചെയ്യുന്നുണ്ട്. ഒരു നെറ്റ് മീറ്റർ 10 ദിവസത്തിൻ്റെ അകത്ത് കൊടുക്കണമെന്നാണ് നിയമത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. പക്ഷേ 1 മാസം 2 മാസം കഴിഞ്ഞാൽ ഇത് കൊടുക്കാത്ത സംവിധാനങ്ങൾ KSB ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഈ സോളാർ പ്രൊസ്യൂമേഴ്സിനോട് ഒരു ശത്രുതാ മനോഭാവം ഈ KSB കാണിക്കുന്നുണ്ട്. ഇത് തെറ്റായ ഒരു പ്രവണതയാണ്. ഇന്നത്തെ സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞതുപോലെ ഈ സോളാർ പ്രൊസ്യൂമേഴ്സിൻ്റെ ഒരു സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് നമ്മൾ ഇന്ന് വരെ പവർ കട്ടില്ലാതെ നമ്മൾ പിടിച്ചു നിന്നതെന്ന് വാസ്തവമായി പറയേണ്ടി വരും. കാരണം ഇപ്പോൾ കോടതിയിൽ ഇരിക്കുന്ന നിയമം, ആ നിയമം കേന്ദ്രത്തിലെ പല നിയമങ്ങൾക്കും വയലേഷനാണ്. അപ്പോൾ അത്തരത്തിലൊരു ക്രിട്ടിക്കലായിട്ടുള്ള അല്ലെങ്കിൽ മോശപ്പെട്ട നിയമങ്ങൾ കൊണ്ടുവരാൻ നമ്മുടെ ഈ സംവിധാനങ്ങളെല്ലാം ഏബിളാണ്. ഈ ജനങ്ങളെ അല്ലെങ്കിൽ പുതിയ ആൾക്കാരെ വരാത്ത തരത്തിൽ, സോളാർ മേഖലയിലേക്ക് വരാത്ത തരത്തിൽ നിരുത്സാഹപ്പെടുത്താൻ എല്ലാം അവർ തയ്യാറാണ്. ഇപ്പോൾ ഈ കോടതിയിൽ ഈ പുതിയ നിയമം സ്റ്റേയിലിരിക്കുന്നതുകൊണ്ട് ഇപ്പോൾ ആൾക്കാർ കൂടുതൽ സോളാർ വയ്ക്കാൻ റെഡിയാണ്. ഈ കഴിഞ്ഞ 1 വർഷം കൊണ്ട് ഏതാണ്ട് 1 ലക്ഷത്തിന് പുറത്ത് ആൾക്കാർ സോളാർ വെച്ചു. എന്തുകൊണ്ടാണ്? പഴയ നിയമമാണ് കൂടുതൽ അനുകൂലം. ഈ പുതിയ നിയമം വന്നു കഴിഞ്ഞ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഈ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന വലിയ സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. ആ സാഹചര്യം മാറ്റി ഈ കൂടുതൽ ജനറേഷൻ നടത്തുന്ന ആൾക്കാരെ ഈ സർക്കാരും ഈ സംവിധാനങ്ങളെല്ലാം പ്രോത്സാഹിപ്പിക്കണം. എനിക്കറിയാവുന്ന പല വ്യക്തികളും ഇന്ന് ഇൻഡിപെൻഡൻ്റായിട്ട് KSBയെ കൂടുതൽ ആശ്രയിക്കാതെ സ്വന്തം ഓഫ് ഗ്രിഡും ഹൈബ്രിഡും എല്ലാം അറേഞ്ച് ചെയ്തിട്ട് സ്വന്തം പ്ലാന്റ് പോലെ അവരുടെ വീട്ടിലെ ലോഡുകളെല്ലാം മാനേജ് ചെയ്യുന്ന രീതിയിലേക്ക് പോകുന്നുണ്ട്. KSB നമ്മുടെയും കൂടെ പ്രസ്ഥാനമാണ്. ആ KSB നിലനിന്ന് പോകണം. ആ തരത്തിലേക്ക് KSB നടത്തിക്കൊണ്ട് പോകണമെങ്കിൽ പ്രോപ്പർ മാനേജ്മെൻ്റ് ഉണ്ടായിരിക്കണം. ഇവിടെ സംസാരിക്കുകയുണ്ടായി
ഇപ്പോൾ വരുന്ന ഈ ഡിമാൻഡ് KSEBക്ക് താങ്ങാൻ പറ്റില്ലെന്ന് എന്തുകൊണ്ട് അവർ മുൻകൂട്ടി കണ്ടില്ല? അതുപോലെ തന്നെ ഈ സോളാർ പകലുണ്ടാക്കുന്ന വൈദ്യുതി ഇത് സ്റ്റോർ ചെയ്തുകൂടെ? എവിടെയെങ്കിലും കേരളത്തിൽ എവിടെയെങ്കിലും ഇത് സ്റ്റോർ ചെയ്യാനുള്ള സംവിധാനം ഇന്ന് വരെ ചെയ്തോ? ഇവിടെ ഓവർ വോൾട്ടേജിനെ പറ്റി നമ്മുടെ മിസ്റ്റർ ജോർജ് മാത്യു സംസാരിക്കുകയുണ്ടായി. ഇപ്പം എൻ്റെ പ്ലാന്റിൽ നിന്ന് ഉണ്ടാകുന്ന വൈദ്യുതി ഓവർ വോൾട്ടേജ് ഉണ്ടാക്കുന്നു എങ്കിൽ അതിന് ഉത്തരവാദി ഞാനല്ല. എൻ്റെ അടുത്ത് ഇത് പ്രൊഡക്ഷൻ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അതിനുള്ള ബാക്കി മാനേജ്മെൻറ്റ്, അതായത് ഗ്രിഡ് കൺട്രോൾ ചെയ്യുക, അതിനെ മാനേജ് ചെയ്യുക, ഗ്രിഡ് സ്റ്റെബിലിറ്റി ഉണ്ടായിരിക്കുക എന്നുള്ളത് KSEBയുടെ ഉത്തരവാദിത്തമാണ്. ആ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ വഴി ഇവിടെ ഉണ്ടാകുന്ന അധികം വൈദ്യുതി 11 kVയിലേക്ക് പോകുന്ന അത്രമാത്രം ഫ്ലെക്സിബിളാണോ? പല പ്രശ്നങ്ങളും അതിൻ്റെ അകത്തുണ്ട്. അതുപോലെ തന്നെ ഓരോ ട്രാൻസ്ഫോമർ സ്റ്റേഷൻ ബേസ് ചെയ്തുകൊണ്ട് ബാറ്ററി സംവിധാനങ്ങൾ വരണം. ഇവിടെ അതിനുള്ള എന്തെങ്കിലും ഒരു സ്റ്റെപ്പ് ഇവിടെ എടുത്തിട്ടുണ്ടോ? ഇല്ല. നമ്മുടെ തൃശ്ശൂർ പെരിങ്ങനം പഞ്ചായത്തിൽ 250 kWh കപ്പാസിറ്റിയുള്ള ബാറ്ററി സംവിധാനം ചെയ്യാനായിട്ട് ഇപ്പോൾ എല്ലാ അറേഞ്ച്മെൻറ്റുമായി ഇതുപോലുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് നമുക്ക് ഇപ്പോഴത്തെ ക്രൈസിസ്, അതായത് രാത്രിയിൽ മാത്രം വരുന്ന ഈ പീക്ക് ഡിമാൻഡ് എന്ന് പറഞ്ഞ സിറ്റുവേഷൻ തീർച്ചയായിട്ടും നമുക്ക് ഓവർകം ചെയ്യാമായിരുന്നു. ആ ഒരു സാഹചര്യത്തിലേക്ക് നമ്മുടെ അധികാരികൾ, നമ്മുടെ നിയമജ്ഞരെ കൊണ്ടുപോകുന്നില്ല, നമ്മുടെ കാര്യങ്ങൾ കൊണ്ടുപോകുന്നില്ല. കംപ്ലീറ്റ്ലി മിസ്മാനേജ്മെൻ്റ് ആണെന്ന് ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയേണ്ടി വരും.